ഇമ്മ പൊന്നാരി മൂന്ന് വേഗം നടക്കി ഇമ്മള് വരുമ്പോത്തിന് ഒക്കെ തീരണം. ഇമ്മളെത്തും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. അങ്ങനെ നിന്നാ മതി. ഓളെ ഒന്നും മര്യാദ പഠിക്കട്ടെ. ഒരു കണക്കിനെ ഓക്ക് ആരും ചോദിച്ചാലും പറയാനും ഇല്ലാത്ത നമ്മളെ ഭാഗ്യാണ്. ഒന്നും മര്യാദ പഠിക്കട്ടെ. ഉള്ളു കടന്ന് നടക്കി നീച്ച് വന്നത് ഏതായാലും ഇഞ്ച ഭാഗ്യാണ്. ഈ തുടക്കത്തിൽ തന്നെ എന്തായാലും പോയിക്കണെങ്കിലേ നമുക്ക് പിന്നെ ഇതിന്റെ മൂട്ട് കൂടെ നടക്കണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ കടന്നേ കുത്തി മറിയാകും. ഇഞ്ച പറഞ്ഞാൽ ഒന്നും മര്യാദ പഠിക്കട്ടെ. നടക്ക്. ഇമ്മ 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 സൈനാത്ത സൈനാത്ത എവിടക്കൊക്കെ വാതിലും പൂട്ടി പോയിക്കണ്? സെമിയേ ഇവിടെ എവിടക്കും പോകലില്ലല്ലോ. സേമി എവിടേക്ക് പോയിക്കണേ? സെമിയേ എടി എത്തി പണിക്ക് പറ്റിക്കണേ? സെമിയേ എടി റബ്ബേ ഇതൊക്കെ ഈ പെണ്ണിന് പറ്റിക്കണേ. ആരാ അതിനെ പുറത്തേക്ക് പൂട്ടിക്കണേ? എത്ര സെമിയെ പറ്റിക്കണത്? ഇവിടെയുള്ളവരൊക്കെ എടുത്തു. ആരാ നീ പുറത്തേക്ക് പൂട്ടിക്കണേ? ഈ ഒരു കണ്ണിച്ചോരില്ലാത്ത പരിപാടി ഏത് മനസ്സിനാ ചെയ്തിക്കണേ? ഒന്നും അറിയില്ല താത്ത. ഇമ്മയും താത്തയുണ്ടേനു ഇവിടെ. പിന്നെന്താ ഉണ്ടായതെന്ന് ഒന്നും അറിയില്ല. ഏതായാലും തീരെ സുഖല്ല. ഏതായാലും മാളെ വല്ലാത്ത കണ്ണിച്ചോലാത്ത ജാതിയാൾ തന്നെയാണ് ഈ പേരയിലുള്ളത്. ഈ ഒരവസ്ഥയിൽ ഇങ്ങനിട്ട് പോകാൻ മാത്രം എത്ര തെറ്റേജായിട്ടോട് ചെയ്തിക്കണത്. ഓലെ മകനെ സ്നേഹിച്ച് 2 മാസം പൊന്നു പോലെ നിങ്ങൾ ജീവിച്ചിക്കണ്. ഞാൻ ഇപ്പൊ അതൊക്കെ കണ്ടതല്ലേ. അതാ അത്ര വലിയ തെറ്റ്. ഇങ്ങനെ ലോകത്ത് എത്ര ആൾക്കാർ സ്നേഹിച്ച് ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഉള്ളവർക്ക് മാത്രം ഈ പ്രശ്നം ഉണ്ടാകാൻ എന്താ കാരണം? എന്നാലും വല്ലാത്തൊരവസ്ഥ തന്നെ. ഇച്ചിപ്പത്തിലോട്ട് വരാൻ തോന്നിയത് നന്നായി. അതപ്പോ ഞാൻ കരുതണ്. ഇതെന്റെ ഫോണല്ലേ? ഹലോ സൈനാത്ത, ഇങ്ങളെ എവിടെ പോയി കിടക്കണ മനസ്സെത്തിയേ? ഓഞ്ച സൈനാത്ത, ഇങ്ങളെ മനസ്സ് ഇങ്ങനത്തെ ഒരു കല്ലാന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ ഉണ്ടായിക്കണെന്നോ? നിങ്ങൾ ഈ പെണ്ണിട്ട് കണ്ട് എവിടേക്കേ പോയിക്കണത്? ഇതൊരു മനുഷ്യജീവി എന്നുള്ളൊരു പരിഗണനെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കൊടുത്തൂടെ? നിങ്ങളെ മകളും വന്നിക്കണല്ലോ. ഓളെ കൊണ്ട് നിങ്ങൾ എവിടേക്കാ പോയിക്കണത്? അത് വാതിൽ പുറത്തേക്ക് ഇട്ട് പൂട്ടിക്കാണ്ട്. ഞാൻ പറിച്ചവനായിട്ടാണ് ഇങ്ങോട്ട് വരുത്തിച്ചത്. അതുകൊണ്ട് ഇപ്പൊ കാണാനായി. ഈ പെണ്ണിന് വല്ലതും അയക്കണമെങ്കിൽ ആരോട് നമ്മള് പറയാ? അതിന് ചോദിച്ചാലും പറയാൻ ആരില്ലാതെ എത്തിയങ്ങള്. അതെ, ഇങ്ങക്കുണ്ടൊരു പെൺകുട്ടി, അത് ഓർത്തോളിങ്ങള്. ഇങ്ങള് പോണോടത്തേക്ക് പോയിക്കോളി. അതിന് വാതിൽ പുറത്തേക്ക് ഇട്ട് പൂട്ടിക്കാണ്ട് പോണോ? അതൊക്കെ പറിച്ച മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അതിനൊരു കാലത്ത് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും.
അപ്പുറത്തെ എവിടെ ഉണ്ടോലോ, എന്നോട് പോണതും വരുന്നതും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊരു കാര്യം ചേച്ചി, എൻ്റെ പേർക്കാരെ നമ്പറിന് ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ വിളിച്ചോണ്ട് ഓലോട് പറഞ്ഞോണ്ട്. നിങ്ങളെ മകൾ ഇപ്പൊ ഇവിടെ വന്ന് ജീവിച്ചിട്ടുണ്ട്, ഓല് വല്ലതും അറിയുന്നുണ്ട് അതൊക്കെ ഇവിടെ നടക്കുന്നതൊക്കെ. ഇതൊക്കെ അറിഞ്ഞിക്കണമെങ്കിൽ അന്നെ വന്ന് കൊണ്ടുപോകും, പൊന്നു പോലെ നോക്കും. ഇത് ചെറുപ്പാണ്, അന്നെ ഇഞ്ഞും കെട്ടിച്ചാൻ പറ്റും. എത്രവരൊക്കെ മനസ്സിലാക്കിക്കണത്. പെരേക്കും വിളിക്കണോ താത്ത? ഞാൻ ഉമ്മാനും ഉപ്പാനും ഒക്കെ ധിക്കരിച്ച് പോന്നതല്ലേ. ഇനിയിപ്പോ ഈ ഒരു അവസ്ഥയില് അവിടെ ചെന്നാൽ ഞാനൊരു ബാധ്യതയാകൂലേ? പോരാത്തേന്ന് ഉമ്മാക്കും ഉപ്പാക്കും ഒരു പോരായിത്തരും ആകും. അത് വേണോ? അത് വേണോന്നോ? അല്ല സെമിയെ, എനിക്കിപ്പോ ഇത്രയൊന്നായിട്ട് ഒന്നും ഒരു ബോധം ഉണ്ടായിട്ടില്ലേ? എടി, സ്വന്തം ഇപ്പാക്കും ഉമ്മാർക്കും മക്കള് ബാധ്യതയാകൂല, അതൊരു കാലത്തും. പിന്നെ കുറച്ചൊക്കെ മനസ്സിലടങ്ങേറുണ്ടാവും. അതിപ്പോ ഓല് പോറ്റി വളർത്തിയ മക്കള് തിരിഞ്ഞു കുത്തുമ്പോ ഏതൊരു ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇജ്ജ് ഇവിടെ വന്നിട്ട് ഓൻ്റെ ഒപ്പം പൊന്നു പോലെ ജീവിച്ചത്. ഓന്റെ കാലം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഇവിടുത്തെ ഇമ്മി എൻ്റെ നാത്തൂനും. ഓരോ സ്വഭാവം ഒന്നും ഇപ്പൊ എല്ലാവർക്കും കൊണ്ട് നന്നാക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇജ്ജ് ഇമ്മാനെ വിളിക്കുക, ഇമ്മാനെ ഇപ്പോൾ പോവുക. അല്ലെങ്കിൽ ഈ മനസ്സപ്പറ്റില്ലാത്ത ഈ മൃഗങ്ങളൊപ്പം ഇജ്ജ് കജ്ജേണ്ടി വരും. അത് ഏതാ മാടം ഇജ്ജ് തീരുമാനിച്ചോ. ഏതായാലും എൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാകും. ഓലെ വിളിച്ചിട്ട് ഓരോട് വരട്ടെ എൻ്റെ അമ്മയമ്മ, ഞാൻ കാര്യം പറഞ്ഞോണ്ട്. എടുക്കൂല താത്ത, വെറുതെ വിളിക്കാണ്. അതെടുത്തോളും, ഒന്നുകൂടി അടിച്ചു നോക്ക്. എടുക്കോളം അടിച്ചെന്നെ. ഇങ്ങോട്ട് കാട്ടിക്ക. ഒന്നുകൂടി അടിച്ചുമ്പോൾ എടുത്തോളും. ഹലോ. സെമീന്റെ അയലോക്കത്തെ താത്തയാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാണത്? നിങ്ങളെ മകളല്ലേ എത്തൂല്ലെങ്കിലേ. ഓക്ക് ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം വന്നിക്കണേ. ഓളെ നിങ്ങൾ വന്നാണ്ട് കൂട്ടി കൊണ്ടുപോകാൻ നോക്കി. അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല, ഓള് ചെറുപ്പാണ്. എല്ലാരെ പോലെയുള്ള ചിന്തിക്കാനുള്ള വിവരമൊന്നും ആയിട്ടില്ലല്ലോ. ഇവിടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിക്കണേ. ഞാൻ ഓളടുത്ത് കൊടുക്കാം. പറഞ്ഞു. ഹലോ ഉമ്മ. കുഴപ്പമൊന്നുമില്ല. ഞാൻ പോരും. ഹിമ വരുമോ? ശരിമ്മ, ആയിക്കോട്ടെ. ഇവിടെ ആരുമില്ല. ശരി. ഉമ്മ വരാന്ന് പറഞ്ഞിക്കണ് എന്നെ കൊണ്ടുപോകാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം മക്കൾ എങ്ങനെ പോയാലും ഇമ്മാർക്കും ഉപ്പാർക്കും ഒഴിവാക്കാൻ പറ്റൂല. ഓൾക്ക് അതിന് കജ്ജൂല. ഏതായാലും ഇപ്പൊ എനിക്ക് സമാധാനായില്ലേ? പിന്നെ എന്നോട് പറയാത്തൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ മകൾ ഗൾഫിൽ നിന്ന് വരട്ടെ, അന്നയും കുട്ടീനെ എങ്ങനെ പൊന്നു പോലെ നോക്കണമെന്ന് ഞാനൊന്ന് തീരുമാനിച്ചിക്കണേ.
എൻ്റെ അമ്മായിമ്മേൻ്റെയും നാത്തൂൻ്റെ ഒക്കെ മുന്നിലിട്ടിട്ട് എൻ്റെ കുട്ടി മണ്ടി കളിച്ചണം. അത് കാണണ്ടേ എനിക്ക്? സെമിയെ, എനിക്ക് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ പോകുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇമ്മി നാത്തൂനും വന്നുകാണ്ട് എന്തേലുമൊക്കെ പറയും. അതൊന്നും ചെവി കൊടുക്കാൻ നിൽക്കണ്ട, മനസ്സിടങ്ങാറാക്കാൻ നിൽക്കണ്ട. ഇമ്മ വന്ന ഇമ്മാൻ്റെ ഒപ്പം സമാധാനത്തിൽ പോയിക്കോ കേട്ടോ. എൻ്റെ കുട്ടീനെ എനിക്ക് വളർത്തണ്ടേ, ഓൻ്റെ സന്തോഷം എനിക്ക് കാണണ്ടേ. അപ്പോൾ ഞാനാണ് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പേരേക്ക് പോവുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് കണ്ടുപോകരുതി വന്നതാണ്. അപ്പോഴപ്പോൾ ഈ കഥയൊക്കെ ഇവിടെ കാണുന്നത്. എന്നാൽ ശരി കേട്ടോ. ഉമ്മ എന്നാൽ പോയിക്കോ സന്തോഷത്തിൽ.